പശ്ചാത്തലത്തിലുള്ള മായം ചേർക്കാതുള്ള കൃത്യമായ വ്യാഖ്യാനത്തിലേക്ക് മടങ്ങി വരുന്നതാണ് ഉണർവ്. ഇനി എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നൊരു മടങ്ങി വരവുണ്ട്. ഇന്ന് ലോകവ്യാപകമായി, പ്രത്യേകിച്ച് കെരിസ്മാറ്റിക് അനുഭവമുള്ള സമൂഹങ്ങളിൽ, മുഖ്യധാര പെന്തക്കോസ്റ്റിൽ അത്ര വന്നിട്ടില്ല, പക്ഷെ അല്പം കൂടെ കെരിസ്മാറ്റിക് അനുഭവമുള്ള സംഘത്തിൽ ആൾക്കാർ മടങ്ങി വരുന്നുണ്ട്. അവർ ബൈബിളിലേക്കല്ല മടങ്ങി വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഇത് കേട്ടിട്ടില്ലായിരിക്കാം. ഇത് ഇന്നത്തെ വലിയ വെല്ലുവിളിയാണ്. ഒരു കൂട്ടർ പറയുന്നത്, പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ഒരു കൂട്ടർ ആരംഭിച്ച ഒരു നൂതന ഉപദേശമാണ്, അപ്പോസ്തോലന്മാരാണ് സഭയെ ഭരിക്കേണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കണം. ആരാണ് സഭയെ ഭരിക്കേണ്ടത്? യേശു ആരെ ആക്കിയത്? അപ്പൊ അപ്പോസ്തോലന്മാരെ വീണ്ടും മടക്കി കിട്ടുന്നതാണ് അന്ത്യകാലത്തിന്റെ ലക്ഷ്യം. അപ്പൊ സഭയിൽ അപ്പോസ്തോലന്മാർ, യേശുവിന്റെ അപ്പോസ്തോലന്മാരൊന്നുമില്ല, അവരൊക്കെ വെറും നോർമൽ, അതിക്കും മേൽ ഒരു സാധനമുണ്ട്. അതിനേക്കാൾ വലിയ അപ്പോസ്തോലന്മാരെ ഇന്ന് സഭയ്ക്ക് മടക്കി കിട്ടുകയാണ്. എഫേസ്യർ 2:20 പറയുന്നത്, അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? സഭ. അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പോകാൻ സമയമില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അവര് പറയുന്നതല്ല എൻ്റെ അർത്ഥം. അവര് പറയുന്നത്, ദൈവസഭയിൽ അപ്പോസ്തോലന്മാരെയും പ്രവാചകന്മാരെയും തിരിച്ചു കിട്ടി, പാസ്റ്റർമാരും ഉപദേഷ്ടാക്കന്മാരും വലിയ റോളില്ല. ഇനി അപ്പോസ്തോലന്മാർക്ക് പുതിയ വെളിപ്പാടുകൾ കിട്ടും. ആ വെളിപ്പാട് അനുസരിച്ച് ആ സഭ എന്ത് ചെയ്യേണ്ടത്? ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂ അപ്പോസ്റ്റോളിക് റെഫർമേഷൻ, NAR. നിങ്ങളിൽ 99% ആൾക്കാരും കേട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് നിങ്ങൾ കാണുന്ന ഉണർവിന്റെ പുറകിലുള്ള ദൈവശാസ്ത്രവിധ NAR, ന്യൂ അപ്പോസ്റ്റോളിക് റിഫർമേഷൻ. C. പീറ്റർ വാഗ്നർ ആണ് ഇതിന്റെ ഒരു തലതൊട്ടപ്പൻ. പല അപ്പന്മാരുണ്ട്, അതിലെ ഒരു തലതൊട്ടപ്പൻ C. പീറ്റർ വാഗ്നറാ. അദ്ദേഹം പറയുന്നത്, കർത്താവ് തനിക്ക് കൊടുത്ത ദർശനമാണ് അന്ത്യകാലത്ത് അപ്പോസ്തോലന്മാരെയും പ്രവാചകന്മാരെയും സഭയ്ക്ക് തിരിച്ചു കിട്ടണം. അതിന് അദ്ദേഹം സ്ഥാപിച്ച ഒരു ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ കോലിയേഷൻ ഓഫ് അപ്പോസ്റ്റൽസ്. അവർ പറയുന്നത്, ഈ ബൈബിളിന് പുറത്ത് ഇനിയും വെളിപ്പാടുണ്ട്. ഇന്നലെ ഞാൻ കേട്ടതാ, അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല. ഇന്ന് ഞങ്ങളിൽ കൂടി നടക്കുന്ന പ്രവൃത്തി അപ്പോസ്തല പ്രവൃത്തിയെക്കാളും ആവേശം ജനിപ്പിക്കുന്ന ഈ ന്യൂ അപ്പോസ്റ്റോളിക് റെഫർമേഷൻ വചനവിരുദ്ധമാണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ 3 പതിറ്റാണ്ടായിട്ട് വന്ന ഒരു നൂതന വിഘടിത ദൈവവചന വിരുദ്ധ സംഘമാണ് ന്യൂ അപ്പോസ്റ്റോളിക് റെഫർമേഷൻ. ഈ കാണുന്ന ബിൽ ജോൺസൺ, സ്റ്റീവൻ ഫർട്ടി, നിങ്ങൾ കാണുന്ന അമേരിക്കൻ പ്രഭാഷകരെല്ലാം ഈ സംഘത്തിൽപ്പെട്ടവരാ. അവരുടെ പിൻഗാമികളാണ്, അവരെ കോപ്പി ചെയ്യാൻ നോക്കുന്നവരാണ് ഇലക്ട്രോണിക് സിറ്റിയിൽ ഇപ്പോൾ ഉണർവ് നടത്തുന്നവർ. ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ എന്നോട് ഒന്ന് സംസാരിച്ചാൽ മതി. ഇന്ന് ഇലക്ട്രോണിക് സിറ്റി ബാംഗ്ലൂരിൽ കാണുന്ന ഉണർവ് ന്യൂ അപ്പോസ്റ്റോളിക് റിഫർമേഷന്റെ ദുരുപദേശത്തിന്റെ അടിത്തറയിൽ പണിയപ്പെട്ട വികാരപരമായ തട്ടിപ്പാണ്. അതിൽ നിന്ന് ദൈവജനം ഒഴിഞ്ഞിൽക്കുവാൻ ദൈവനാമത്തിൽ താഴ്മയായി എല്ലാവരോടും ദൈവകൃപയിൽ കൈകൂപ്പി ഞാൻ അപേക്ഷിക്കുക.